കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുദിനം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മളെ ഭയപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതും സങ്കടപ്പെടുത്തുന്നതും കലുഷിതമായിരിക്കുന്ന ഓരോ അന്തരീക്ഷമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ ജീവിക്കുന്നത് കൊണ്ടും പ്രാർത്ഥന അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് കടന്നു വരുന്നതായിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ നേരിടുന്നത് പ്രാർത്ഥനയോടെയാണ്. ഓരോ വിഷയത്തെയും നമ്മൾ കാണുന്നത് ദീർഘവീക്ഷണത്തോടെയാണ്. ഓരോ വിഷയത്തെയും സമീപിക്കുന്നത് വിവേകത്തോടു കൂടിയാണ്. ഈ നാളുകളിൽ നമുക്ക് മുമ്പിൽ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ വിവേകത്തോടും പരിജ്ഞാനത്തോടും നല്ല ബോധ്യത്തോടും കൂടെ നേരിടുവാനും പ്രാർത്ഥനയിൽ വിജയകരമായ അനുഭവങ്ങൾ കൈവരിക്കാനും ദൈവം ഓരോ വ്യക്തികളെയും സഹായിക്കട്ടെ എന്ന പ്രാരംഭ സമയം തന്നെ ആശംസിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ഒരുപാട് പ്രാർത്ഥനാ അനുഭവങ്ങൾ ലഭിക്കപ്പെട്ടു. ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ ഇടയായി. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ ജീവിത അനുഭവങ്ങളിലൊക്കെ ഒരുപാട് നന്മകളുടെ അനുഭവങ്ങളിലേക്ക് കടന്നു വന്നു. പുതിയ റിസൾട്ടൊക്കെ ലഭിക്കപ്പെട്ട് കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഇനി റിസൾട്ടുകൾ അറിയാനുള്ളതായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർത്തുകൊണ്ട് നമുക്കത് പ്രാർത്ഥിക്കാം. നല്ല അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് നല്ലത് കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വീടില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ വിവാഹം അത് നടക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് ജോലി, അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഡയാലിസിസ് ചെയ്യുന്നതും പലവിധത്തിലുള്ള രോഗത്താൽ കിടപ്പ് രോഗികളും നിൽപ്പ് രോഗികളും നടപ്പ് രോഗികളും ഒക്കെ ഉണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തകൾക്കായിട്ട് നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗം ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. 121 സങ്കീർത്തനം 1 വാക്യമാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നും വരും. നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. അനേക സന്ദർഭങ്ങളിൽ അനേക ദൈവദാസന്മാരിലൂടെ അനേക സന്ദർഭങ്ങൾ നമ്മൾ വായിച്ച് കടന്നുപോയ ഭാഗങ്ങളാണ്. ഇവിടെ വായിച്ച് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. ഇന്നത്തെ നമ്മുടെ വിഷയം, അതിനോടനുബന്ധിച്ച് എടുക്കുന്ന വിഷയം, കണ്ണുണ്ടായിട്ടും കാണാതെ പോകുന്നവർ. അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. കണ്ണുണ്ടായിട്ടും കാണാതെ പോകുന്നവർ. ഒരിക്കൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്യുന്ന സമയം യേശു അനേക കഥകളും ഉപമകളും തൻ്റെ ശിഷ്യന്മാരോട് പറയാറുണ്ട്. കഥകളിലൂടെ, ഉപമകളിലൂടെ, ചെറുകഥകളിലൂടെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ യാത്രകൾ. അങ്ങനെ കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ യേശു ഒരു കഥ പറയാനായിട്ടൊരുങ്ങുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ആരാണ് ഗുരു നല്ല അയൽക്കാരൻ, നല്ല സ്നേഹിതൻ ആരാണ്? യേശു അല്പസമയം കേട്ടതിന് ശേഷം അതിന് മറുപടിയായിട്ട് ഒരു കഥ പറയുകയുണ്ടായി. യെരുശലേമിൽ നിന്നും എരിഹോവിലേക്ക് ധനികനായ ഒരു വ്യാപാരി യാത്ര ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വ്യാപാരം എന്താകുന്നു എന്നറിയില്ല. എങ്കിലും രക്ത വ്യാപാരിയാകാം, വസ്ത്ര വ്യാപാരിയാകാം, പലവ്യഞ്ജനത്തിന്റെ ആകാം, ഏതുമാകട്ടെ അദ്ദേഹത്തിന്റെ കയ്യിൽ ധാരാളം പണം ഉണ്ടാകും. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കുറെ കള്ളന്മാർ വഴിയിൽ കാത്തു നിന്നു. വിജനമായിരിക്കുന്ന സ്ഥലത്തൂടെ കടന്നു വരുമ്പോൾ പാറയുടെ ഇടുക്കുകളിൽ പതിയിരുന്നതായിരിക്കുന്ന ചെറുപ്പക്കാർ, കള്ളന്മാർ ഈ റോഡിലേക്ക് എടുത്തുചാടി ഈ മനുഷ്യന്റെ കയ്യിലുണ്ടായിരുന്ന പണവും കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം കൈക്കലാക്കി തന്നെ മർദ്ദിച്ച് അവശനാക്കി അർത്ഥപ്രാണനാക്കി വഴിയുടെ അരികിലേക്ക് തള്ളി. മരണഭയത്താലും മരണഭീതിയാലും ആശങ്കയോടുകൂടെ ആര് രക്ഷിക്കുമെന്ന് ഓർത്തുകൊണ്ട് കിടക്കുകയാണ്. രക്തം വാർന്നൊഴുകുകയാണ്. ശരീരത്തും വേദനയുണ്ട്, മുറിവുകളേറ്റതാണ്.
നീറ്റലുണ്ട്, പുകച്ചിലുണ്ട്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു കിടക്കുമ്പോൾ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ, ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അതുവഴി ഒരു മനുഷ്യൻ കടന്നു വരുന്നതായിട്ട് ദൂരവേ ദർശിച്ചു. ദൂരവേ വരുന്നതായിരിക്കുന്ന ആ മനുഷ്യനും ഈ കിടക്കുന്ന മനുഷ്യനെ കണ്ടു. ആ മനുഷ്യനെ കണ്ടിട്ട് കാണാത്തവനായി കടന്നുപോയി. അതാണ് ആരംഭത്തിൽ പറഞ്ഞത്, കണ്ണുണ്ടായിട്ടും കാണാതെ പോകുന്നവർ. എന്തുകൊണ്ടാണ് കാണാതെ പോയത്? എന്തുകൊണ്ടാണ് ദർശിക്കാഞ്ഞത്? മറ്റൊന്നുമല്ല, ആ മനുഷ്യനോട് സഹതാപം തോന്നണം, കരുണയുണ്ടാകണം, വിനയമുണ്ടാകണം, ഓടിച്ചെന്ന് വാരി എടുക്കണം. പക്ഷെ അതിനൊന്നും ആ മനുഷ്യന് താല്പര്യം ഇല്ലായിരുന്നു. ആ മനുഷ്യൻ കടന്നുപോയി. പിന്നെ ഈ അർത്ഥപ്രാണനായി മരണത്തെ കണ്ടുകൊണ്ട് കിടക്കുന്ന മനുഷ്യൻ നോക്കുമ്പോൾ മറ്റൊരാളും കടന്നു വരുന്നു. അവരൊക്കെ പരിചയക്കാരാണ്. ആ മനുഷ്യനും കണ്ടിട്ട് കാണാത്തവനെ പോലെ കടന്നുപോയി. കണ്ണുണ്ട്, കാണാത്തവനെ പോലെ കടന്നുപോയി. അർത്ഥപ്രാണനായി അതിവേദനയോടെ, നിരാശയോടെ, സങ്കടത്തോടെ കിടക്കുമ്പോൾ ശമരിയക്കാരനായിരിക്കുന്ന ഒരു വ്യാപാരി അതുവഴി കടന്നു വന്നു. ആ മനുഷ്യൻ ദൂരവേ ഈ മനുഷ്യനെ കിടക്കുന്നത് കണ്ടു. ഞരക്കം കേട്ടു, മുളൽ കേട്ടു, വേദന കൊണ്ട് കരയുന്ന അനുഭവങ്ങൾ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് അവന്റെ വാഹന മൃഗത്തിൽ നിന്നും ഇറങ്ങി ഓടിച്ചെന്നവനെ വാരിപ്പുണർന്നു. അവനെ മടിയിൽ കിടത്തി കയ്യിലുണ്ടായിരുന്ന വെള്ളം എടുത്തു കൊടുത്തു, വീഞ്ഞെടുത്തു കൊടുത്തു, എണ്ണ കൊണ്ട് മുറിവുകളെല്ലാം വെച്ചുകെട്ടി തന്റെ വാഹന മൃഗത്തിൽ ഒരു വഴിയമ്പലത്തിലാക്കി. അവിടെ അതിന്റെ ഉടമസ്ഥനോട് പറഞ്ഞു, എന്തെങ്കിലും അധികമായിട്ട് വരികയാണെങ്കിൽ ഞാൻ മടങ്ങി വരുമ്പോൾ തരാം എന്ന് പറഞ്ഞ് അവിടെ ആക്കി. ആ മനുഷ്യനുണ്ടായതായിരിക്കുന്ന സ്നേഹവും സാഹോദര്യവും ആ മനുഷ്യനുണ്ടായ മനസ്സിലുമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. യേശു അതാണ് പറഞ്ഞത്, ആരാണ് നിന്റെ അയൽക്കാരൻ? കണ്ടിട്ടും കാണാതെ പോയവരാണോ? അതോ കണ്ടതിന് ശേഷം നിന്ന് അവനെ താങ്ങിയെടുത്ത് അവനെ വഴിയമ്പലത്തിലാക്കി ശുശ്രൂഷ ചെയ്ത ആ മനുഷ്യനാണോ സ്നേഹിതൻ, അയൽക്കാരൻ എന്ന് ചോദിച്ചു. അപ്പോൾ തൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, ശമരിയക്കാരൻ. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ്. സ്നേഹവും കരുണയും സാഹോദര്യവും സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന, ദാഹിച്ചു വരുമ്പോൾ വെള്ളം കൊടുക്കാൻ കഴിയുന്ന, വിശന്നു വരുമ്പോൾ ആഹാരം കൊടുക്കാൻ കഴിയുന്ന, ഏതെങ്കിലും സഹായത്തിനായി നമ്മുടെ വീടിന്റെ വാതിക്കൽ മുട്ടുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്ന, അവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞവരോട് സഹതാപവും കരുണയും കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന നല്ല സ്നേഹിതൻ. ഒരിക്കൽ യേശു കടന്നു പോകുമ്പോൾ, യെരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഉറക്കെ വിളിച്ചു, ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന്. അവനെ ശാസിച്ചവരുണ്ട്, അവനെ നിരാശപ്പെടുത്തിയവരുണ്ട്, അവനെ അമർച്ച ചെയ്തവരുണ്ട്. എങ്കിലും ആ അമർച്ചയ്ക്കൊക്കെ മുകളിലായിരുന്നു അവന്റെ നിലവിളി, യേശുവേ ദാവീദ് പുത്ര. യേശുവിനെ കുറിച്ചുള്ള കേട്ടറിവ്, യേശു ദാവീദിന്റെ വംശത്തിൽ ജനിക്കുമെന്നും ബദ്ധന്മാരെ വിടിവിക്കുമെന്നുള്ള കേട്ടറിവിന്റെ വെളിച്ചത്തിൽ ആ മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര, കരുണയുണ്ടാകണമേ എന്ന് അവൻ യേശുവോട് തീർത്തു. ശിഷ്യന്മാരോട് പറഞ്ഞവനെ വിളിച്ചു, നിനക്ക് എന്തും ചെയ്യണം. അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അത്രമാത്രം വിശ്വാസം ആരിലും കണ്ടില്ല എന്ന് പറഞ്ഞ് അവനോട് പറഞ്ഞു, കാഴ്ച പ്രാപിക്കുക. അവൻ കാഴ്ച പ്രാപിച്ചു. ആരെ കണ്ടു? ലോകരക്ഷകനെ കണ്ടു. ആരെയെല്ലാം കണ്ടു? എന്നെ നിന്ദിച്ചവരെ കണ്ടു. ആരെയെല്ലാം കണ്ടു? എന്നെ പരിഹസിച്ചവരെ കണ്ടു. ആരെയെല്ലാം കണ്ടു? എന്നെ തള്ളി പറഞ്ഞവരെ കണ്ടു. ആരെയെല്ലാം കണ്ടു? എന്നെ വെറുത്തവരെ കണ്ടു. ദൈവം നിനക്ക് കാഴ്ച തരുമ്പോൾ പലരെയും നിനക്ക് കാണാൻ കഴിയണം, തിരിച്ചറിയാൻ കഴിയണം, മനസ്സിലാക്കാൻ കഴിയണം. കൂടെ നിൽക്കുന്നവരെ അറിയണം, നടക്കുന്നവരെ അറിയണം, ഇരിക്കുന്നവരെ അറിയണം. അവരുടേതായിരിക്കുന്ന ഹൃദയ വിചാരങ്ങളെ മുൻകൂട്ടി അറിയുവാൻ കഴിയുന്നവരായിരിക്കണം. ഒരിക്കല് പ്രവാചകൻ തന്റെ ശിഷ്യനോട് ഇപ്രകാരം പറഞ്ഞു, ഇവരെക്കാൾ അധികം നമ്മോട് കൂടിയുണ്ട്. അരാമിൽ നിന്നും വലിയൊരു സൈന്യം മലവളഞ്ഞിരിക്കുകയാണ് എലീശ പ്രവാചകനെ കൊണ്ടുപോകാൻ. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. പെട്ടെന്ന് ശിഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു, ഇവൻ കാണത്തക്കവണ്ണം കണ്ണു തുറക്കണമേ, ഇവൻ കാണണം. അവൻ കണ്ണു തുറന്നപ്പോൾ അവ അഗ്നിരഥങ്ങളെ കണ്ടു, ദൈവ സാന്നിധ്യം കണ്ടു, ദൈവകൃപകളെ കണ്ടു, ദൈവ അനുഭവങ്ങളെ കണ്ടു. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത്. കണ്ണുകളെ തുറക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു.
എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. സങ്കീർണതകൾ നിറഞ്ഞ വിഷയത്തിന് മുമ്പേ നിൽക്കുന്നത്, കുടുംബ തകർച്ചയുടെ വക്കിലാണ് നിൽക്കുന്നത്, കുഞ്ഞുങ്ങളുടെ വിഷയത്തിലാണ് നിൽക്കുന്നത്, ശാരീരികമായ ക്ലേശത്തിന് നടുവിലാണ് നിൽക്കുന്നത്, മനപ്രയാസങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. എന്നെ വിടിവിപ്പാൻ വേഗം വരണമേ. ഞാൻ കാണുന്നു യഹോവേ നീ വിടിവിക്കുന്നവരെന്ന്. യേശു ചോദിച്ചു, ആരാണ് നിന്റെ സ്നേഹിതൻ? ആരാണ് കരുണയുള്ളവൻ? ആരാണ് മനസ്സിലാക്കുന്നവൻ? കണ്ടിട്ടും കാണാതെ പോകുന്ന അനേകരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ കണ്ടതിന് ശേഷം നമ്മെ സ്നേഹിക്കുവാനും കരുതുവാനും നമ്മെ മാറോട് ചേർത്തണച്ച് നമ്മെ ഉറപ്പിക്കുവാനും കഴിയുന്ന ഒരുവനുണ്ട്. അവനിൽ നമുക്ക് ചാരാം. അവൻ ആശ്രയമായിരിക്കട്ടെ, അവൻ വെളിച്ചമായിരിക്കട്ടെ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൽ വീണാലും അതിലെ വെള്ളം വിരച്ചു കലങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഭയപ്പെടാത്തൊരു മനസ്സിൻ്റെ ഉടമയായി നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങൾ പതറിപ്പോകാതെ, ക്ഷീണിച്ചു പോകാതെ, വിശ്വാസത്തിന്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് പോരാടി ജയിക്കാം. കണ്ണുണ്ടായിട്ടും കാണാത്തവരെ പോലെയല്ല, കാഴ്ച പ്രാപിക്കുമ്പോൾ പലരെയും കാണുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. തിരിച്ചറിയാൻ കഴിയട്ടെ, മനസ്സിലാക്കണം. ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരനുഗ്രഹത്തിന്റെ കുട പിടിച്ച് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി, കേൾക്കപ്പെടുന്ന വചനങ്ങൾക്കായി, രോഗികളായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്, ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുണ്ട്, ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വടക്കേ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെയുള്ള ആളുകളുണ്ട്. കർത്താവേ, ഗൾഫ് മേഖലയിലുള്ളവർ ഉണ്ട്, യൂറോപ്പിലുള്ളവരുണ്ട്, അമേരിക്കയിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളുണ്ട്, അനേക പ്രിയപ്പെട്ടവർ. അവരെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിഷയത്തിന്മേൽ ദൈവം കരം നീട്ടണം, അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മിനിസ്ട്രിക്ക് വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും വന്ദനവും അറിയിക്കും.